ഐസ്ക്രീം എന്ന് കറക്റ്റ് പറയും. ഐസ്ക്രീം ഐസ്ക്രീം 6 പറയും. ഐസ്ക്രീം. എല്ലാവർക്കും നമസ്കാരം പറയാം. നമസ്കാരം. അപ്പോ നമ്മുടെ ദിയ പറ്റൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ ഇവിടെ എന്റെ സിസ്റ്ററിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒളോപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആദ്യം പോകായിരുന്നു. ഇപ്പൊ കുറെ ദിവസം അങ്ങോട്ട് പോയിട്ടില്ലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു ഇന്ന് വൈകുന്നേരം നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. അല്ലേ ബിയക്കുട്ട? ബിയക്കുട്ട കുറെ ദിവസമായി പറഞ്ഞു ബിയക്കുട്ടക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് എപ്പോഴും ഈ ബീച്ചിൽ പോകണം അല്ലേ? ഇന്നലെ രാത്രി നമ്മള് ബേപ്പൂർ ബീച്ചിലൊക്കെ പോയി നോക്കി. പക്ഷെ അവിടെ ക്ലോസ് ചെയ്തായിരുന്നു. അയ്യോ മുട്ടച്ചി മുട്ട എല്ലാവരും കാണാൻ. അപ്പൊ ഇന്നത്തെ വിശേഷം അതാണ്. ഞങ്ങൾ ഒളോപ്പാറ പോവാണ്. ഒളോപ്പാറ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചാൽ ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. സോ ഈ 3 കുട്ടികളെയും കൊണ്ട് 3-ല് ഇതുണ്ട്. ഇവള് ഇക്കുവിന് ഇച്ചിരി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് തള്ള വൈബിലോട്ട്. അപ്പൊ ഈ 2 കുട്ടികളും ഈ ഒരു തള്ളച്ചിനെയും ഞാൻ മേടിച്ചിട്ട് വേണം ഞങ്ങൾ ബൈക്കിൽ പോകാൻ വേണ്ടിട്ട്. സോ പോവാണെന്ന് പറയാ ബിക്കുട്ടാ. എങ്ങോട്ടാ പോകുന്നേ? ബീച്ചിലല്ലോ. എങ്ങോട്ടാ പോകുന്നേ? ഒളോപ്പാറയില് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പൊ ബൈ, നമുക്ക് നേരെ പോവാം. പോയി അപ്പൊ പോവാട്ടോ, നമ്മള് പോണോ. അങ്ങനെ ഞങ്ങളുടെ ഒളോപ്പാറയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കാനാണ്. ബിയയുമായിട്ടുള്ള യാത്രയിൽ എനിക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ കൊട്ട ഫ്രണ്ടിൽ വെക്കുന്നത്. അത് ബിയമോൾ ഫ്രണ്ടിലാണ് ഞാൻ ഇരുത്തുന്നത്. അപ്പോൾ അവർക്ക് കംഫർട്ടായിട്ട് വീണു പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കാല് കംഫർട്ടായിട്ട് വെക്കാനാണ് ഞാനത് ഉപയോഗിക്കുന്നത്. കഥകളൊക്കെ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും ഞങ്ങൾ യാത്ര തുടങ്ങാണ്. വീഡിയോ കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. വളരെ സ്ലോയിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ സ്പീഡാക്കുന്ന സമയത്ത് സ്പീഡിൽ ഓടിക്കുന്ന പോലെ തോന്നുന്നതാണ്. അതുകൊണ്ട് ഇനി കമന്റ് ബോക്സിൽ ആരും എന്നെ തെറി വിളിക്കരുത്. നമ്മുടെ യാത്ര ഒളോപ്പാറയിലേക്കാണെന്ന് നമ്മൾ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ സിസ്റ്ററിന്റെ വീട്ടിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ, ഒരു 13 മിനിറ്റ് യാത്ര മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത് കേട്ടോ. ഇത്രയൊക്കെ അടുത്താണെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ടേക്കൊന്നും അധികം അങ്ങനെ വരാറില്ല കേട്ടോ. എപ്പോഴും ചർച്ചകളെല്ലാം അവസാനം ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും എത്തിപ്പെടുന്നത്. എവിടെ? സ്വിമ്മിംഗ് പൂളല്ല, പറഞ്ഞു കൊടുക്കോ സൂസി. ഇതാണ് ഒളോപ്പാറ വ്യൂ പോയിന്റ്. ഇവിടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിരുന്ന കഥ പറയാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്കിത് ഉപകാരപ്രദമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയില്ല. ബൈക്കിലൊന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഹൗസ് ബോട്ടൊക്കെ ഒന്ന് പിള്ളേരെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ ഒരു പാർക്കുണ്ട്, അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അല്ല നീ പറ, ഇപ്പൊ കളിക്കുന്നതിന്റെ അവിടെ പോകുന്ന പറ. എവിടെ? എവിടെ? അവിടെയോ? അവിടെയാണോ പോണ്ടേ? എനിക്ക് അതില് കയറുന്ന
ഏതിനാ കയറണ്ടേ? സമയം കഴിഞ്ഞു. 6 മണി വരെ. ഈ പാർക്കിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ബോട്ടിലൊക്കെ കയറണമെന്നുള്ള പ്ലാനൊക്കെ ആയിട്ട് വന്നതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതായി പോയി. ഞങ്ങൾ വന്നപ്പോൾ 6 മണി കഴിഞ്ഞു. ഇവിടെ 6 മണി വരെയാണ് ഇവർക്ക് ബോട്ട് സർവീസുകളൊക്കെ നടത്താനുള്ള പെർമിഷൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കൊക്കെ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെച്ചിട്ട് നേരത്തെ കാലത്തെ ഇറങ്ങുക കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ മൂഞ്ചി പോവും ഗൈസ്. ഇവിടെ ആകെ നമുക്ക് വരുമ്പോൾ എന്റർടൈൻമെന്റ് ആയിട്ട് ആ ഒരു ബോട്ട് സർവീസ് ആയിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഒരു മാനസിക സന്തോഷം എന്നല്ലാതെ വേറൊന്നും ഇവിടെ പ്രത്യേകിച്ചില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇതിൽ നോക്കിട്ട് പറ അടിപൊളിയാണ്. അതില് കയറാട്ടോ. ഓക്കെ ഓ ശരി. ഇതിന്റെ പേരെന്താ? ബിയ. ഇതിന്റെ പേരെന്താ പറയാ? സീസോ. അതിനെന്താ കുഴപ്പം? ഓക്കെ. അതെങ്ങനെ? പേടിക്കലടാ. കാലത്തി കാണിച്ചിട്ട് പറ. എന്നാ കേറക്ക് കേറക്ക് കുട്ടി കേറക്ക്. പിടിച്ചിട്ട് കേറ. നോക്കി കയറണേ. അവിടെ ഇരിക്കും അതിലിരിക്കും. അവിടെ ഇരിക്കും. ഇഷ്ടയാ? അയ്യോ അതോ എന്താ വള സിദ്ധാണ്. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? എങ്ങനെ? അതിൽ കയറി ഇരിക്കും. അവിടെ അല്ല, അപ്പുറത്ത് അവിടെ പിറകിലായിരിക്ക. അവിടെ പോ. അവിടെ ഇരിക്കേ. കേറ്. കേറി. സൂസിയെ പറത്തിരുന്നോ? ഓക്കെ. ആടിക്കോളി. എങ്ങനെയുണ്ട്? എന്നാ കാറിൽ വാ. കാറിൽ കയറി വായിക്കോ. അതിൽ കയറ്റി കൊടുക്കാളെ. ചോക്ക് ഓറഞ്ച് വേണമെന്ന്. ഓക്കെ.
ഇതിനകത്ത് കയറുമ്പോ ഒരു മിനിറ്റ് ഒരു പോത്ത് പോലെ എന്തിന്റെ കഥയില്ലാത്തത് പോത്ത് പോലെ വായിക്കല്ലോ ഓള്. അയ്യോ എന്തിനും ഓട് വരുന്നു. ആ പോവാന്നല്ലേ നമ്മൾ വന്നപ്പോ സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതാ പ്രശ്നം പറ്റിയത്. എന്തായാലും ഇവർക്ക് മുതലായി, ബോട്ടിൽ കയറാൻ പറ്റിയില്ല, പക്ഷെ ഇവർക്ക് എന്തായി മുതലായി. ബിയക്കുട്ടി ഇവിടെ ഉണ്ട്, ഇവർക്കൊക്കെ കുറെ കളിക്കാൻ പറ്റിയതുണ്ട് അല്ലേ? ഓൾക്ക് കളിക്കാൻ പറ്റി. ബോട്ടിലിന്റെ സമയം ഇവിടെ 6 മണി വരെ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റില്ല ഗൈസ്. സോ അങ്ങനെ പോണേ എന്ത് സെബിയ എന്ത് സ്ട്രോബെറി ഞങ്ങക്ക്? സ്ട്രോബെറിയുടെ എന്താ വേണ്ടേ? ഐസ്ക്രീം അല്ല ഐസ്ക്രീം. 6 പറ. ഐസ്ക്രീം ഒന്നും കൂടി പറ. ചോദിക്കും ഇക്കുവിന് സൂസിക്ക് എന്താ വേണ്ട നോക്കിക്കോ. കിട്ടിയാ? എന്താ ഇതെന്താ എന്താ വാങ്ങിച്ചേ? കുട്ടി എന്താ വാങ്ങിച്ചേ? അതെന്താ സാധനം? ഉണ്ട പോലത്തതോ? അതിന്റെ പേരെന്തോന്നാ? നിങ്ങളെന്താ വാങ്ങിച്ചേ? സൂസിയോ എന്താ പൊട്ടിച്ച സൂസിയ മൂടി എന്താ മനസ്സിലായി. അവിടെ അതിഭയങ്കരമായ ഓപ്പറേഷനിലാണ്. ഇവിടെ നോക്കിട്ട് പാട്ട് പാട്ട് പാടാം. ആ പാട്ട് പാടി. മയിലാട്ട
ഇവിടെ എന്താ ഗാനമേള? പാട് ഒത്തിരി പാട്. തൊപ്പിക്കാരൻ അങ്ങനെയല്ല, തൊപ്പിക്കാരൻ കിട്ടുള്ളി കുട്ടയുമായി പാലം കയറി വരുന്നുണ്ടേ. അങ്ങനെ പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് ഇന്നത്തെ വൈകുന്നേരം കുട്ടികളുടെ കൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. പോയതുപോലെ തന്നെ സേഫ് ആയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചെത്തി. ഹായ്, അപ്പൊ നമ്മളെല്ലാരും പോയ പോലെ തിരിച്ചെത്തിയിട്ടുണ്ട്. ബുദ്ധിമുട്ടില്ല, ഇവിടെ ഇടയ്ക്കൊന്നും അത് നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല. ഇവിടെ വണ്ടി വന്ന് ഇറങ്ങിയപ്പോ 10 പറഞ്ഞ ചളിയിൽ വീഡിയോയിൽ കിട്ടില്ല. സോ അപ്പം ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പറ ലൈക്ക് ചെയ്യണം, പറ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, നമ്മള് മാക്സിമം സപ്പോർട്ട് ചെയ്യണം, പറ. ഓക്കെ, അപ്പം എല്ലാവർക്കും അടുത്തൊരു വ്ലോഗിൽ കാണുന്നവരേക്കും ബൈ ബൈ പറ.